ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഞങ്ങൾ വലിയ പറമ്പ് ബീച്ചിൽ സൺസെറ്റൊക്കെ കണ്ട ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇത് കാതർച്ചാര കട എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ നമുക്ക് ഇന്ന് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. വാ നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് പോവാം. വലിയ പറമ്പ് ബീച്ചിൽ നിന്ന് 14 കിലോമീറ്ററാണ് ഈ റെസ്റ്റോറൻറ്റിലേക്കുള്ള ദൂരം. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തങ്കയം എന്നുള്ള സ്ഥലത്താണ് എക്സാക്റ്റായിട്ട് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അങ്ങനെ ഞങ്ങളതേ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. അത് ആക്ച്വലി ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾക്കിത് റെഫർ ചെയ്തത്. ഞങ്ങൾക്ക് അത്ര അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മട്ടൻ ബിരിയാണി നല്ല ടേസ്റ്റാണെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഇത് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. മട്ടൻ ബിരിയാണി പാഴ്സൽ വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് അവിടെ കുറച്ച് ചില്ലുകൂട്ടിൽ കുറച്ച് പലഹാരങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹനിക്കാണെങ്കിൽ സമോസ വേണം, വേറെ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ അതൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വൈകിട്ട് ഏകദേശം 7 മണിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പലഹാരങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്നുണ്ടായിരുന്നു. ഇവിടെ എന്തായാലും നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ട്. നല്ല ക്ലീനും ഹൈജീനിക്കൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല വാഷ്റൂമും വാഷ് ഏരിയയൊക്കെ ആയിരുന്നേ. എന്തായാലും ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചോളൂ. ഉള്ളിവടയും ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ സമോസയും. പക്ഷേ മൂന്നും കൊള്ളായിരുന്നു, നല്ലതായിരുന്നേ. എങ്ങനെയുണ്ട്? പിന്നെ ഞങ്ങൾ 2 കണ്ണൂർ കോക്ടെയിലും 2 ചായയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണൂർ കോക്ടെയിലിനെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തതാണ്. പക്ഷേ കേട്ടത്രയുള്ള ഒരു വാവ് ഫാക്ടറൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തായാലും ഇപ്പോൾ ബാക്കിയുള്ളവരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ എനിക്കിഷ്ടമായി, എനിക്കും ഇഷ്ടമായി. പക്ഷേ ഇത്രയും പറഞ്ഞു കേട്ടതിൻ്റെ അത്ര ഒരു വാവ് ഫാക്ടർ ഇല്ലായിരുന്നു. ചായ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. 856 രൂപയാണ് ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾക്ക് ടോട്ടൽ ബില്ല് വന്നത്. അത് മട്ടൻ ബിരിയാണിയും പൊറോട്ടയും ചന്നാ മസാലയും പാഴ്സലും വാങ്ങിച്ചിട്ട്. പിന്നെ അവിടെ കൗണ്ടറിൽ വന്നപ്പോഴത്തേക്കും അവിടെ കുറച്ച് അച്ചാറുകളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ സ്വന്തം പ്രൊഡക്ഷനാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് അച്ചാറൊക്കെ നോക്കി 2 മാങ്ങ അച്ചാർ വാങ്ങുകയും ചെയ്തു. അച്ചാർ നല്ലതായിരുന്നേ. പിന്നെ അവരുടെ ഹോസ്പിറ്റാലിറ്റിയും സർവീസൊക്കെ എക്സലൻ്റ് എന്ന് വേണം പറയാൻ. ആൾക്കാരുടെ അടുത്തുള്ള ബിഹേവിയറും ഒക്കെ ഇതൊക്കെ വളരെ നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 മട്ടൻ ബിരിയാണിയും 2 പൊറോട്ടയും ഒരു ചന്നാ മസാലയും പാഴ്സൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവുകയാണേ. പാഴ്സൽ വാങ്ങിച്ച സാധനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമുക്ക് വീട്ടിൽ ചെന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. ഓക്കെ. 2 മട്ടൻ ബിരിയാണിക്ക് 580 രൂപയും ഒരു പൊറോട്ടയ്ക്ക് 12 രൂപയും ഒരു ചന്നാ മസാലയ്ക്ക് 70 രൂപയായിരുന്നു. ഞങ്ങളങ്ങനെ വീട്ടിൽ എത്തി പാഴ്സൽ തുറക്കുകയാണേ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു മട്ടൻ ബിരിയാണി ആയ. അതായത് ഒരു നോർമൽ കഴിക്കുന്ന ആളാണെങ്കിൽ മോർ ദാൻ സഫീഷ്യൻ്റ് ആണ് ഒരു ഫുൾ മട്ടൻ ബിരിയാണി എന്ന് പറയുന്നത്. പക്ഷേ ടേസ്റ്റ് വൈസ് അത്ര അല്ലായിരുന്നു എന്നാണ് കഴിച്ചവർ പറഞ്ഞത്. അപ്പോൾ മേ ബി ചിലപ്പോൾ ആ ദിവസത്തിൻ്റെ മാത്രം പ്രത്യേകതയായിരിക്കും. കാരണം ബാക്കി എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു, വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ അൺലക്കി ഫാക്ടർ കാരണം ആ ദിവസം മോശമായതാവാനും മതി. പക്ഷെ എന്നാലും ഞങ്ങൾ കഴിച്ചത് അത്ര നന്നായില്ലായിരുന്നു. പക്ഷേ പൊറോട്ടയും ചന്നാ മസാലയും നല്ല ടേസ്റ്റായിരുന്നു. നല്ല സോഫ്റ്റ് ലെയേർഡ് പൊറോട്ടയും ചന്നാ മസാല പക്ക നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലുള്ള ചന്നാ മസാലയുമായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാദർച്ചാരെ ഹോട്ടലിനെ കുറിച്ച്. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.